ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി ചേരുകയാണ്. സനോജ്, രണ്ട് വാർത്തകളാണ്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി അദ്ദേഹം വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അവിടെ കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ല. അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഈ പ്രതികൾ ഗുണ്ടാ സംഘങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. സലാം ഒപ്പം തന്നെ തമ്മനം ഷാജിയുമായിട്ടും അനസ് പെരുമ്പാവൂരുമായിട്ടും ഈ സലാം ബന്ധം പുലർത്തുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ കേസിൻ്റെ ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഓഫീസറെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇതെല്ലാം പരസ്പര ബന്ധിതമായി നമ്മൾക്ക് കാണേണ്ടി വരില്ലേ സനോജ്? തീർച്ചയായിട്ടും ഈ കേസിനകത്ത് ഇടപെടാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇപ്പൊ നോഡൽ ഓഫീസറെ എന്തിനാണ് ഇത്ര അടിയന്തര പ്രാധാന്യത്തിൽ മാറ്റിയത്? ഇവരാണല്ലോ നേരത്തെ പറഞ്ഞത് ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമാണെന്നും വലിയ രൂപത്തിൽ അത് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയെന്നൊക്കെയുള്ള വലിയ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോഡൽ ഓഫീസറുടെ മാറ്റം. ആ മാറ്റവും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വി ഡി സതീശന്റെ സൈബർ പോരാളികളായിട്ടുള്ള സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരായിട്ടുള്ള ആളുകളെ പിടികൂടിയതും തമ്മിൽ ബന്ധമുണ്ട്. ഈ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം. ഇവിടെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, അവിടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഈ കാസർഗോഡ് ഉണ്ടായിട്ടുള്ള കേസ്, ആ കേസിൽ സാക്ഷികളായി പോലീസ് എടുത്തിട്ടുള്ളത് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസിന്റെ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ അവരെല്ലാം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. അപ്പോ തുടക്കം മുതൽ തന്നെ സാക്ഷികളെ ഉൾപ്പെടെ അവർക്ക് അനുകൂലമായ രൂപത്തിലേക്ക് സ്ഥാപിച്ച് കേസ് പൊളിക്കാനുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിയമിച്ച് ഇവർക്ക് അനുകൂലമായി കേസ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ ചുമതലപ്പെടുത്തിയത് കൊണ്ട് ഈ കേസ് അന്വേഷണം എവിടെയും എത്തില്ല. കാരണം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരാണ് ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടത്. അപ്പോ എന്തെങ്കിലും തരത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ഫോട്ടോ എടുത്ത ബന്ധമല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഏത് സമയത്തും പോവാൻ അനുവാദമുള്ള, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ അനുവാദമുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളെയാണ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ യൂത്ത് കോൺഗ്രസുമായുള്ള ബന്ധം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി കൂടിയായിട്ടുള്ള OJ ജനീഷ് നേരത്തെ നിഷേധിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ വെളിപ്പെട്ട സ്ഥിതിക്ക് വളരെ ഗൗരവത്തിൽ ഈ കേസിനെ കാണേണ്ടതുണ്ട്. ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കരുതലോടുകൂടി എല്ലാവരും, പ്രത്യേകിച്ച് മാധ്യമ ലോകം ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, ചില ചാനലുകളും ചില വാർത്താ മാധ്യമങ്ങളും ഒഴികെ മിക്കവാറും മറ്റു ചില പത്രസ്ഥാപനങ്ങളുമെല്ലാം ഈ വി ഡി സതീശന്റെ ഈ കേസിനെ വെള്ളപൂശാനുള്ള വലിയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഭാഗത്ത് ഒരുപറ്റം മാധ്യമങ്ങൾ, പോലീസ് സംവിധാനം, ഭരണ സംവിധാനം ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തി കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് നടത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി സനോജ് പ്രതികരിച്ചതിന്.